ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് ഒരു ഫാൻസി സ്റ്റോർ തുടങ്ങുന്നതിനെ കുറിച്ചാണ്. കുറച്ച് ആൾക്കാരായി ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു ചെറിയ ഫാൻസി സ്റ്റോർ തുടങ്ങുക. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന അത്യാവശ്യം പാഷനേറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ചെറിയൊരു ഫാൻസി ഷോപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണ ഒരു ഷോപ്പ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിൽ പോലും ഫാൻസി സ്റ്റോർ ആകുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫാൻസി സ്റ്റോർ തുടങ്ങണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഒരു ഫാൻസി സ്റ്റോർ തന്നെ തുടങ്ങുന്നത്? നിങ്ങളുടെ പാഷൻ കൊണ്ട് മാത്രമാവരുത് ഫാൻസി സ്റ്റോർ തുടങ്ങുന്നത്. എനിക്ക് കുറച്ച് കമ്മലും വളയൊക്കെ ഇടണം, മാലയൊക്കെ ഇടണം, അതുകൊണ്ട് ഞാൻ ഫാൻസി സ്റ്റോറിനെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവിടുന്ന് എടുക്കാം എന്നുള്ള ധാരണയിൽ നിങ്ങൾ ഫാൻസി സ്റ്റോർ തുടങ്ങരുത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾക്കാണല്ലോ കൂടുതൽ ഈ ഫാൻസി സ്റ്റോർ അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മല, വാള, കമ്മൽ, പൊട്ട്, അതുപോലെ അതിൻ്റെ പെർഫ്യൂം, കോസ്മെറ്റിക്സ്, ബാഗ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവരെ സ്റ്റൈലിഷ് ആക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകളെയൊക്കെ ഒന്ന് സ്റ്റൈലിഷ് ആക്കി അവരെ അടുത്ത ലെവൽ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ശക്തമായ ആഗ്രഹം, പാഷൻ മനസ്സിലുണ്ടെങ്കിലേ നിങ്ങളിതിന് പോയിട്ട് കാര്യമുള്ളൂ. ഇതിനെന്നല്ല ഏത് ബിസിനസ്സിനും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ വിഷനെക്കുറിച്ച് പറയുന്നത്, പക്ഷേ അത്രയ്ക്കൊന്നും പോകണ്ട. എങ്കിൽ പോലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒന്ന് അടിപൊളിയാക്കണം എന്നുള്ള ആഗ്രഹം, ശക്തമായ ആഗ്രഹം മനസ്സിൽ വേണം. അങ്ങനെയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാൻസി സ്റ്റോറിനെ. അങ്ങനെ നിങ്ങളുടെ ഫാൻസി സ്റ്റോറിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എവിടെയായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളതെന്ന് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളൊരു കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജിൻ്റെ അടുത്തായിരിക്കുമോ, അതോ ഈ സ്ത്രീകൾ കൂടുതൽ പോകുന്ന ഏതെങ്കിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തായിരിക്കുമോ ഈ ഫാൻസി സ്റ്റോർ വേണ്ടത്? അല്ലെങ്കിൽ ബസ്സൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ജംഗ്ഷൻ്റെ അടുത്തായിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരാൻ പറ്റുന്ന, ആക്സസിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം ഫാൻസി സ്റ്റോർ. കാരണം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യണം ഫാൻസി സ്റ്റോറിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ കണ്ടിട്ട്. കാരണം പലപ്പോഴും ഇതൊരു അത്യാവശ്യ സാധനമൊന്നുമല്ല, അല്ലേ? നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയൊന്നുമില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു നീഡല്ല, ഇതൊരു വാണ്ടാണ്, ഇതൊരു ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹം എങ്ങനെയാണ് എപ്പോഴും ജനറേറ്റഡ് ആവുന്നത്? നമ്മളൊരു സാധനം കാണുമ്പോൾ ആഗ്രഹം ജനറേറ്റഡ് ആവുന്നു. ഇപ്പം നമ്മളൊരു വിമാനത്തിൽ ബിസിനസ് ക്ലാസ് ഇതുവരെ കാണാത്ത ഒരാൾക്ക് അതിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. കാരണം അവനറിയില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതിന് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാലോ, വലിയ സീറ്റാണല്ലോ, ഡ്രിങ്ക്സൊക്കെ ഫ്രീ ആണല്ലോ, അല്ലെങ്കിൽ ഫുഡുണ്ട്, സർവീസ് ഭയങ്കര എല്ലാം, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആഗ്രഹം തോന്നുന്നത്. ഒരു തവണ അതിൽ സഞ്ചരിച്ചാലാണ് കൂടുതൽ ആഗ്രഹം തോന്നുന്നത് എന്ന് പറയുന്ന പോലെ ഇത് അനുഭവിക്കുമ്പോഴും, കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഒക്കെയാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഫാൻസി സ്റ്റോർ കാണാൻ പറ്റുന്ന സ്ഥലത്ത്, അനുഭവിക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം ഈ ഫാൻസി സ്റ്റോർ. അപ്പം ലൊക്കേഷൻ അങ്ങനെ തന്നെ തീരുമാനിക്കുക. അത്യാവശ്യം ആളുകൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ലൊക്കേഷൻ. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഒരു കെട്ടിടത്തിൻ്റെ 3ാമത്തെ നിലയിൽ ഒരു റൂം ഒഴിഞ്ഞ് കിടപ്പുണ്ട്, വളരെ ചെറിയ വാടകയ്ക്ക് കിട്ടും, അവിടെ അങ്ങ് തുടങ്ങിയാലോ? ഈ ചെറിയ വാടകയാവരുത് ഒരു കാരണവശാലും. നമ്മൾ ഏത് സ്റ്റോർ തുടങ്ങുകയാണെങ്കിലും നമ്മളുടെ ഒരു മോട്ടിവേഷൻ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ വരാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ വാടകയുടെ അപ്പുറത്തേക്ക് നമുക്ക് സെയിൽസ് ഉണ്ടാക്കാൻ കഴിയും ആളുകൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ആ ലൊക്കേഷൻ അങ്ങനെ ഡിസൈൻ ചെയ്യുക. ലൊക്കേഷൻ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഒരു പേര് മനസ്സിൽ കാണണം. ഫാൻസി ഷോപ്പിനുള്ള പേര് മനസ്സിൽ കാണണം. അത് നമ്മുടെ വീടിൻ്റെ പേരൊന്നും ഇട്ട് വെക്കരുത്. പ്ലാമൂട്ടിൽ ഫാൻസി സ്റ്റോർ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഭയങ്കര അവസ്ഥയായിരിക്കും. പണ്ട് കാലത്തൊക്കെ ഒരുപക്ഷെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഫാൻസി സ്റ്റോർ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു നെയിമുണ്ട്. അതിൻ്റെ ആ ഫാൻസിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു തീമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പേരാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ അടുത്തുള്ള സ്റ്റോറിൻ്റെ പേര് ഇന്നതാണല്ലോ, അവിടെ കച്ചവടം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ചുകൂടി നല്ല പേരാണെങ്കിൽ നല്ലതാണ്. ആക്ച്വലി അത് കോൺട്രിബ്യൂട്ട് ചെയ്യും, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പൊസിഷനിങ്ങിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പം നല്ലൊരു പേരും കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, യുണീക്ക് ആവാൻ ശ്രമിക്കുക. കാരണം ഒരു ട്രേഡ് മാർക്കൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. കാരണം നിങ്ങൾ ഒരു ഫാൻസി സ്റ്റോറിൽ ഒതുങ്ങേണ്ട ആളല്ല. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ലോകത്തെമ്പാടും നിങ്ങളുടെ ഫാൻസി സ്റ്റോറുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പഞ്ചായത്തിലോ വാർഡിലോ അല്ല, നിങ്ങൾ ലോകം മുഴുവൻ ഈ ഫാൻസി സ്റ്റോർ എത്തിക്കാൻ പോവുകയാണ് എന്നുള്ള വിഷനിലേ തുടങ്ങാവൂ ഏതൊരു എൻ്റർപ്രൈസും, ചെറുതാണെങ്കിലും. അപ്പോൾ ആദ്യമേ ഒരു ട്രേഡ് മാർക്ക് ഒരു 10,000 രൂപ എടുത്ത് വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ട്രേഡ് മാർക്കായിട്ട് അതങ്ങനെ നിൽക്കും. അപ്പോൾ അതും കൂടി അങ്ങനെ കിട്ടുന്ന ഒരു പേര് കൂടിയാണെങ്കിൽ വളരെ സൂപ്പർ. അതിൻ്റെ ഒപ്പം തന്നെ
ഓക്കെ ഇത് നന്നായി ഡിസ്പ്ലേ ചെയ്യണം അല്ലേ? അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടല്ല. ഒരുപാട് കോസ്റ്റ്ലി ആണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ വയബിലിറ്റി ഒക്കെ പ്രശ്നമാവും. കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ വളരെ ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഗ്ലാസും മിററും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കണേ. കാരണം ഇത് ഈ ഒരു റെപ്ലിക്കേഷൻ എഫക്റ്റ്, റിഫ്ലക്ഷൻ എഫക്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ മിറേഴ്സിൻ്റെ നല്ല യൂസേജ് ഉണ്ടെങ്കിൽ നല്ല ഫീൽ കിട്ടും. വലിയൊരു നല്ല സ്പേസ് ഉള്ളൊരു ഷോപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഷോപ്പിൻ്റെ സ്പേസ് വലുപ്പം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ നോക്കിയിട്ട് എത്രമാത്രം ആളുകൾ ഇതിനോടൊക്കെ ആദ്യം താല്പര്യം കാണിക്കുന്നു നോക്കിയിട്ട് മാത്രം വലിയ ഷോപ്പിലേക്ക് പോവുക. അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ഷോപ്പ് എന്നുള്ള രീതിയിൽ വലുപ്പത്തിലല്ല പ്രാധാന്യമുള്ളത്, അതിൻ്റെ ഒരു ഡിസ്പ്ലേയിലാണ്. എത്രമാത്രം സാധനങ്ങളുണ്ട്, വെറൈറ്റി ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അടുത്തത് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വെറൈറ്റി, പ്രൊഡക്റ്റ് എങ്ങനെ ചൂസ് ചെയ്യുന്നു, എൻ്റെ പർച്ചേസ് എന്നുള്ള കാര്യങ്ങളിലാണ്. ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ മാർക്കറ്റുണ്ട്, കൊൽക്കത്ത മാർക്കറ്റ്, ഡൽഹി മാർക്കറ്റിലൊക്കെ ഇത്തരത്തിലുള്ള ഫാൻസി ഐറ്റംസൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന വലിയ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ അത്തരം മാർക്കറ്റുകളിൽ പോയി നിങ്ങൾ വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ട് കൊണ്ടുവരണം. ഫാൻസി ഐറ്റംസാണ്. ഫാൻസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അവിടെ തന്നെ ഒരു ഫാൻറ്റസി ഒളിഞ്ഞ് കിടപ്പുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മളുടെ ഡ്രീമിൽ കാണുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് മേടിക്കാൻ ഇഷ്ടമുണ്ടാവുക. ഇപ്പോൾ ഒരു കമ്മൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അത്രയും രസകരമായ. അപ്പോൾ നിങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്യണം, നിങ്ങൾ കുറച്ചൊന്ന് ക്രിയേറ്റീവ് ആവണം. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തീമൊക്കെ സെറ്റ് ചെയ്യാം സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള. ഇപ്പോൾ കർണാടക സ്റ്റൈല്, ബംഗാൾ സ്റ്റൈല്, യു പി സ്റ്റൈല്, രാജസ്ഥാൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കാം. അപ്പോൾ ഒരു തീം നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ബൾക്കായിട്ട് ഈ പർച്ചേസും മാർക്കറ്റിങ്ങും വളരെ റിലേറ്റഡാണ്. നിങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാർക്കറ്റ് ചെയ്ത് സെല്ല് ചെയ്യാനുള്ള ഒരു പ്ലാൻ നിങ്ങൾ മനസ്സിൽ കാണണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നീക്ക്, ഇപ്പോൾ മേ ബി നിങ്ങളുടെ ഷോപ്പിന് ചിലപ്പോൾ ഒരു 6 കിലോമീറ്ററോ ഒരു 8 കിലോമീറ്ററോ ഒക്കെ ക്യാച്ച്മെൻറ്റ് ഉണ്ടാവാം ചുറ്റളവിൽ. ഈ പറയുന്ന എല്ലാ വീടുകളിലേക്കും നിങ്ങളുടെ ആ ഇൻഫർമേഷൻ എത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിങ്ങുകളാവാം, വിവാഹങ്ങളാകാം, കല്യാണങ്ങൾക്കൊക്കെയാണ് സ്ത്രീകൾ കൂടുതൽ. ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞോടുകൂടി വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് വരുമ്പോഴാണ് വളരെ ഫെസ്റ്റീവായിട്ടുള്ള മൂഡാണ്. ആ സമയത്താണ് സ്ത്രീകൾ ഈ മാലയും കമ്മലും മറ്റുള്ള സാധനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്, ആക്സസറീസൊക്കെ. അപ്പോൾ അത്തരം മുഹൂർത്തങ്ങളാവാം. അതൊക്കെ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാമെന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ചിലപ്പോൾ ബ്രാൻഡ് ചെയ്യുന്ന കല്യാണങ്ങളുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം ബ്രാൻഡ് ചെയ്യുന്ന സാധനങ്ങളടക്കമുണ്ട്. ഇവൻ്റ് അല്ലേ, ഒരു ഇവൻ്റ് സ്പോൺസർഷിപ്പ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മാരേജിനകത്ത് നിങ്ങൾക്കൊന്ന് കൊളാബറേറ്റ് ചെയ്ത് വിടാം? അപ്പോൾ മാരേജിന് വധുവിന് സ്വർണ്ണാഭരണങ്ങളായിരിക്കും, പക്ഷെ കൂടെയുള്ള പല ആൾക്കാർക്കും വേണമെങ്കിൽ ആക്സസറീസ് നമുക്ക് കൊടുക്കാം. അങ്ങനെ അതിന് ബ്രാൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഒരു ചെറിയ സാധ്യത, ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സാധ്യത ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ ആ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ക്യാച്ച്മെൻറ്റിലുള്ള ഓരോ വീട്ടിലെയും സ്ത്രീകളെ, പെൺകുട്ടികളെയൊക്കെ എങ്ങനെ എൻഗേജ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പ്ലാൻ ഉണ്ടാവണം. അടുത്തുള്ള സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെ പെൺകുട്ടികളെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇവൻറ്റുകളുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. ആ കമ്മ്യൂണിറ്റീനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്ഥിരമായിട്ട് നിങ്ങളുടെ പുതിയ പുതിയ സാധനങ്ങളുടെ നല്ല ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ലൈവായിട്ട് നിൽക്കണം. ഇതൊന്നും വലിയ കോസ്റ്റ് ഉണ്ടാവുന്ന കാര്യങ്ങളല്ല, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട്. ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകളിലൊന്നും ചിലപ്പോൾ കാര്യമായിട്ടുള്ള ലൈക്കോ ഷെയറോ സെയിൽസോ ഒന്നും നടന്നെന്ന് വരില്ല. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇവർ വേറെ ലെവലാണ്, ഇവർ മാത്രമേ ഉള്ളൂ കോമ്പീറ്റ് ചെയ്യാൻ. അൾട്ടിമേറ്റ്ലി ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ബിസിനസ് മാഗ്നറ്റ് ആവുന്നത്. ബിസിനസ് മാഗ്നറ്റ് എന്ന് പറയുന്ന വാക്ക് കാന്തമാണ്. നിങ്ങളൊരു കാന്തമായി മാറുന്നത് വെൻ യു ഡു സംതിങ് കൺസിസ്റ്റൻ്റ്ലി. സ്ഥിരമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുപോലുള്ളവർക്കൊരു 5-6 സ്ട്രാറ്റജികൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് റൈറ്റ് ടൈമിൽ കറക്റ്റായിട്ട് ആ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് പോകുന്നു. സോഷ്യൽ മീഡിയ നന്നായി മാനേജ് ചെയ്ത് പോകുന്നു. ആ ക്യാച്ച്മെൻറ്റിനെ കറക്റ്റായി അഡ്രസ്സ് ചെയ്ത് പോകുന്നു. കറക്റ്റ് സമയത്ത് പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസും ഓഫ്ലൈൻ പ്രസൻസും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ട ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ പഞ്ചായത്തിലെ രജിസ്ട്രേഷൻ വേണ്ടി വരും. ഒബ്വിയസ്ലി ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്സ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് GST മറ്റു കാര്യങ്ങളൊക്കെ സെയിൽസ് ആയതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം നിങ്ങൾ പാലിക്കാം. എന്നിട്ട് വേണം ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ. ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ
ഞാൻ പറയുന്നത് ഒരുപാട് പൈസ കൊടുത്തിട്ടൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നതിലൊന്നും എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് എത്ര കൂടുതൽ റീച്ചിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാമോ, എത്ര ഓഫറുകൾ എത്തിച്ചിട്ട് ആളുകൾ കൊണ്ട് ഒരു തവണയെങ്കിലും ആ ഷോപ്പിലേക്ക് വരുത്തി പർച്ചേസ് ചെയ്യിപ്പിക്കാമോ, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഒരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റിനേക്കാളും കുറച്ചുകൂടി നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അല്ലെങ്കിൽ സെലിബ്രിറ്റി നിങ്ങൾക്ക് വലിയ കോസ്റ്റില്ലാതെ കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ഷോപ്പിനെ കൊണ്ടുപോകേണ്ടത്. പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ഡിസ്പ്ലേ ഒക്കെ പ്രോപ്പറായിരിക്കും. കാരണം ഏറ്റവും നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഡിസ്പ്ലേ കൊടുക്കണം. പിന്നെ ചില സമയങ്ങളിൽ ഓഫറുകൾ, ആവശ്യമുള്ള സമയങ്ങളിൽ ചില ഓഫറുകൾ ഇടണം. ഏറ്റവും നിങ്ങൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യുമെന്ന് തോന്നുന്ന സാധനങ്ങൾക്ക് ഓഫറുകൾ ഇട്ടിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള നിങ്ങളുടെ ഐറ്റംസ് അപ്സെൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഒരാൾ ചിലപ്പോൾ ഒരു കമ്മൽ നോക്കി വരികയാണെങ്കിൽ ആ കമ്മലിനോട് ചേർന്ന് ഒരു മാല കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. കോസ്മെറ്റിക് പ്രൊഡക്ട്സിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ഹയർ ലൈൻ ഓഫ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. എന്ന് പറയുന്ന പോലെ കടയ്ക്കകത്തേക്ക് വരുമ്പോൾ അവരെ അപ്സെൽ ചെയ്യുക, വണ്ടർഫുൾ ആയിട്ടുള്ളൊരു കസ്റ്റമർ കെയർ കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കുക, കുശലാന്വേഷണം നടത്തുക, നമ്മളുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരു കടയിലൊന്നും ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് വലുതാവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കച്ചവടം നടത്തി പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യും. അത് ഫാൻസി സ്റ്റോർ ആവട്ടെ എന്തുമാവട്ടെ. പക്ഷേ ഫാൻസി സ്റ്റോർ ആകുമ്പോൾ നിങ്ങൾക്കൊരു പാഷൻ കൂടിയുള്ളൊരു കാര്യമാകുമ്പോൾ നിങ്ങൾക്കൊരു കൺസൾട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ മാറാം, അല്ലേ? ഒരു പെൺകുട്ടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് ഏതാണ് അവൾക്ക് യോജിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്കൊരു ഫാഷൻ കൺസൾട്ടൻ്റ് കൂടി ആവാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ആർക്കും വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന സാധനമാണ് ഫാൻസി സ്റ്റോറുകൾ. ഒരു 5 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോറുകൾ തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് പ്ലാനുകളുടെ ആവശ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൈഡൻസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫാൻസി സ്റ്റോർ എന്നല്ല, ഇതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും സെഗ്മെൻറ്റിനെ കുറിച്ച് വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഫാൻസി സ്റ്റോർ ഇനോഗ്രേറ്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് എന്നെ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യണം. അതായിരിക്കും ഏറ്റവും വലിയ ഹാപ്പിനെസ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.